ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം പറഞ്ഞു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയ 30 ആയത്തുകളാണ്. ഷഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, ഒരു വ്യക്തിക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ അത് അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്കാണ്. നമുക്കൊക്കെ സുപരിചിതമായ അധ്യായമാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ അധ്യായം ഒരാൾക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് പൊറുക്കപ്പെടുന്നത് വരെ ശുപാർശ പറയുമെന്നാണ്. ഒരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല മൻ ഖറഅ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഇത് ആരെങ്കിലും പാരായണം ചെയ്താൽ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തും. വകുന്നാ ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുസമ്മീഹൽ മാനിഅ, ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഈ അധ്യായത്തിന് അൽ മാനിഅ എന്ന് പേരിട്ടിരുന്നു. അഥവാ ഖബർ ശിക്ഷയിൽ നിന്ന് തടസ്സം നിൽക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത് എന്നത്, ആ അർത്ഥത്തിൽ ഞങ്ങൾ അതിന് പേര് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം തന്നെ എത്ര സൂറത്തുകളാണ് പാരായണം ചെയ്യുന്നത്, അതിനെ പ്രത്യേകം സുന്നത്താക്കി തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന, പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്.